ധർമ്മസ്ഥല കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. SIT രൂപീകരിച്ചതായി ഉത്തരവിറക്കി കർണാടക സർക്കാർ. 4 അംഗ അന്വേഷണ സംഘത്തെയാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ സമഗ്രമായി അന്വേഷിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രണവ് മോഹന്തി IPS ആണ് SIT തലവൻ. 1998നും 2014നും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിനെ മൊഴി നൽകിയത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. അവസാനം സംസ്കരിച്ചതാണെന്ന് അവകാശപ്പെട്ടുള്ള മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇയാൾ പോലീസിൽ മൊഴി നൽകിയത്. ആരോപണ വിധേയരെല്ലാം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ്. എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് അവരെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയാൽ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേർ ധർമ്മസ്ഥലയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആരോപണങ്ങൾ വന്നിട്ടും കർണാടക സർക്കാർ കാര്യക്ഷമമായി ഇടപെടാത്തത് വലിയ ചർച്ചയായിരുന്നു. പിന്നാലെയാണ് സർക്കാർ SIT രൂപീകരിച്ചത്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി ചോർന്നതായും ആരോപണം ഉയർന്നിരുന്നു. പോലീസിൽ നിന്നാണ് വിവരങ്ങൾ ചോർന്നതെന്നാണ് ആക്ഷേപം. ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിന്റെ ഒത്തുകളിയെയും വിവരങ്ങൾ ചോർന്നതിനെക്കുറിച്ചും അന്വേഷണം അട്ടിമറിക്കാനുള്ള സമ്മർദ്ദത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ അറിയിച്ചുകൊണ്ട് അഭിഭാഷകർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നിവേദനം നൽകി. ആഭ്യന്തരമന്ത്രി G. പരമേശ്വര, കർണാടക DGP, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്കും നിവേദനം നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ മരണത്തെക്കുറിച്ചും രഹസ്യമായ മൃതദേഹം സംസ്കരിച്ചതിനെക്കുറിച്ചുമുള്ള മൊഴിയടക്കമുള്ള രഹസ്യ വിവരങ്ങൾ 3ാം കക്ഷിക്ക് ചോർത്തിയതിലൂടെ അന്വേഷണത്തിന്റെ സത്യസന്ധതയിൽ ധർമ്മസ്ഥല പോലീസ് വിട്ടുവീഴ്ച ചെയ്തതായും അഭിഭാഷകർ ആരോപിച്ചു. രഹസ്യമൊഴിയിലെ വിവരങ്ങൾ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചതായാണ് പരാതി. 11 മണിക്കൂറോളം പ്രസ്തുത വീഡിയോ യൂട്യൂബിലുണ്ടായിരുന്നത്. ഈ വിവരങ്ങൾ തനിക്ക് പോലീസിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണെന്ന് ഒരു വ്യക്തി അവകാശപ്പെടുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. ഞങ്ങളുടെ കക്ഷിക്കോ നിയമസംഘത്തിനോ വീഡിയോയിലെ വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല. അധികാരിയല്ലാത്ത 3ാമതൊരാളുമായി പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിലൂടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർ മനഃപൂർവ്വം വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നാണ് സംശയാസ്പദമായി തെളിയിക്കുന്നതെന്ന് നിവേദനത്തിൽ പറയുന്നു. അന്വേഷണത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ബോധപൂർവമായ പ്രവൃത്തിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും അഭിഭാഷകർ പറയുന്നു. ചില പോലീസുകാർ ബാഹ്യസമ്മർദ്ദത്തിൽ കീഴടങ്ങി കേസിനെ ദുർബലപ്പെടുത്തുന്നുവെന്ന ആരോപണവുമുണ്ട്. മൊഴിയുടെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകർ അടിയന്തര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. തൊഴിലാളിക്ക് സുരക്ഷ വേണമെന്നും ആവശ്യമുണ്ട്. അതേസമയം ധർമ്മസ്ഥല കേസിൽ സംസ്ഥാന സർക്കാർ ആരെയും സംരക്ഷിക്കുന്നില്ലെന്നും സത്യം പുറത്തുവരണമെന്നും ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു.